ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഹൃദ്യമായി സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നാം ഏവരും സ്നേഹക്കൂടിൻ്റെ പല എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം പല വിഷയങ്ങൾ ചർച്ച ചെയ്ത ബഹുമാന്യനായ സഅദ് സാറാണ് ഇന്നും നമ്മളോടൊപ്പം ഈ ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ വിവാഹപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുകയും ചിലത് 4-5 എപ്പിസോഡുകൾ എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ സ്നേഹക്കൂടിൻ്റെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ എപ്പിസോഡുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ അതിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ വരുന്നുണ്ട് എന്നറിയതിൽ ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു അർഹമായ രൂപത്തിൽ അതെല്ലാം സ്വീകരിക്കുകയും ഇതിനുവേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടു കൂടി സഅദ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മൾ വിവാഹമോചനവും അത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ ആനുകാലികമായ വിഷയവുമായി ബന്ധപ്പെട്ട്, അഥവാ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യ വചനങ്ങളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ പഠനത്തിന് അത് അത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠനത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകുകയും ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ മുൻപന്തിയിലാണ് എല്ലാവരും. രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സമൂഹം ഒന്നടങ്കം ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും പരമാവധി നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രധാനമായും പെൺകുട്ടികളാണ് ഇന്ന് എത്തുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാലും മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ചർച്ചയെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ്, പുരോഗതി എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസമാണ്. തീർച്ചയായും ഒരു വലിയ മുന്നേറ്റം ഈ സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ സ്ത്രീ സ്കൂളിൽ പോകണോ, മത വിദ്യാഭ്യാസം പഠിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ള അൻവാറുൽ ഇസ്ലാം വനിതാ അറബിക് കോളേജ്, അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ വിദ്യ അഭ്യസിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ അതിന് വേണ്ട സ്ഥാപനം വേണോ. എന്നാൽ ഇന്ന് അത് നിശിതമായി വിമർശിച്ച ആളുകൾ പോലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നാം അവരെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എത്തിപ്പെടുന്ന സ്ഥലം അത് അവരുടെ വ്യക്തിത്വത്തെ ഏറെ സ്വാധീനിക്കുന്നതാണ്. ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി വീട്ടിൽ വെച്ച് നമ്മൾ അവരെ വളർത്തി അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ പോലും ഒരു കലാലയം അല്ലെങ്കിൽ ഒരു കോളേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അക്കാഡമിക്കായ നിലവാരം, സാധാരണഗതിയിൽ പാഠ്യ വിഷയങ്ങൾ ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടിയുടെ ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം
ആ ക്യാമ്പസിൽ, ആ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടാവുക എന്നുള്ളത്. പ്രാഥമികമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ അവരെ ഹോസ്റ്റലിൽ ചേർത്തുകയാണ്. അപ്പോൾ ആ ഹോസ്റ്റലിൽ മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ സൗകര്യവും, ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപാകത, അവർ പ്രൊഫഷണൽ കലാലയങ്ങൾ തിരഞ്ഞെടുക്കുന്നു, നല്ല സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരീക്ഷകളൊക്കെ എഴുതി, എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതി തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി എത്തിപ്പെടുന്ന സ്ഥാപനത്തിൽ ഉള്ള ഈ മൊറാലിറ്റി, ധാർമ്മികമായ ചുറ്റുപാട് എന്ത് എന്ന് കൃത്യമായി പഠനം നടത്താതെയാണ് അവർ സ്ഥാപനത്തിൽ ചേർക്കുന്നത്. പിന്നീട് 5-6 വർഷമൊക്കെ ആ ക്യാമ്പസിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ തീർത്തും ഇസ്ലാമിന് വ്യത്യസ്തമായിട്ടുള്ള, അന്യമായിട്ടുള്ള സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുമായി പ്രണയിക്കുക, അല്ലെങ്കിൽ അത്തരം ഒളിച്ചോട്ടങ്ങൾ നടത്തുക, ഇതൊക്കെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിയെ ചേർത്ത സ്ഥാപനം ശരിയായില്ല എന്ന ഒരു അവബോധം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മൊറാലിറ്റി, മോറൽ വാല്യൂസ്, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ ആ സുഹൃത്തായി വരുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരവും അനുബന്ധ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല ക്യാമ്പസാണ് ആ കുട്ടി എത്തിപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയിൽ അത് സ്വാധീനിക്കും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ നൽകേണ്ട പെൺകുട്ടികളെന്നല്ല, നമ്മുടെ ഏത് മക്കളാവട്ടെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത് ഒരു ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, മതപരമായ കാര്യങ്ങൾക്ക് സൗകര്യം നൽകുന്ന സ്ഥാപനങ്ങളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലും നമ്മുടെ മക്കൾ ഇടപഴകുന്ന പല മേഖലകളിലും ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്നതും കുട്ടികളെ സ്വാധീനിക്കുന്നതും സോഷ്യൽ മീഡിയകളിൽ കാണുന്ന, അതിൽ വരുന്ന പല പരസ്യങ്ങളും അതുപോലെ തന്നെ അതിൽ കാണുന്ന ചില കാര്യങ്ങളുമൊക്കെയാണ്. റീൽസുകൾ, ഷോർട്സുകൾ ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, നല്ല വഴിയിൽ നിന്നും തെറ്റായ വഴിയിലേക്ക് എത്തിച്ചേരാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അതിലേക്ക് പ്രചോദനം നൽകാനുള്ള സംവിധാനങ്ങളും മീഡിയകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ഈവൻ നമസ്കാരങ്ങൾ പോലും നിർവഹിക്കാൻ സൗകര്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല മക്കളായി, നല്ല ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന മക്കളായി തിരിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വിദ്യാഭ്യാസമൊക്കെ ഒരു പക്ഷെ നല്ല രൂപത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും മക്കളെ നമുക്ക് കൈമോശം വന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ അധികരിച്ചു വരുന്നു എന്നതൊരു സങ്കടകരമാണ്. അതും പറയാതെ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ദീനീപരമായ ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ കേന്ദ്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രഥമമായ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയാണ്. അതായത് ഈ കുട്ടിയുടെ സുരക്ഷിതത്വം, അതായത് നിർഭയത്വമുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണം. പെൺകുട്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് അവളുടെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല സ്ഥാപനങ്ങളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ മക്കളെ വിടുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് സ്ഥാപനത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം അവരുടെ കൂട്ടുകെട്ട് ചീത്തയായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ അധാർമികമായ റൂട്ടിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ കുട്ടി ഏതൊരു സ്ഥാപനത്തിലാണോ ചേരുന്നത് ആ സ്ഥാപനത്തിൽ അവരുടെ വ്യക്തിത്വത്തിന് സുരക്ഷിതത്വം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷം അതുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠനം നടത്താൻ പറ്റും, അന്വേഷണം നടത്താൻ പറ്റും. കാരണം ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിലും ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോവുകയും ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും അവിടെയുള്ള ഫാക്കൽറ്റിയെ കാണുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും പല രക്ഷിതാക്കൾക്കും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ
ഒരു ഉപ്പ നഷ്ടപ്പെട്ട, ബാപ്പ പെട്ടെന്ന് മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ അധ്യാപികയായിട്ടുള്ള ഉമ്മ, മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വം ആ അധ്യാപികയായ ഉമ്മയുടെ അടുത്താണുള്ളത്. അപ്പോൾ മൂത്ത ആൺകുട്ടി പറഞ്ഞു, ഉപ്പ ഏതായാലും മരണപ്പെട്ടു, ഇനി എനിക്ക് പെട്ടെന്ന് ജോലി ലഭിക്കണം, എന്നിട്ട് നിങ്ങളുടെ കാര്യം കൂടി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒരു കോഴ്സിന് ഒരു അന്യ സംസ്ഥാനത്ത് സീറ്റ് വാങ്ങുകയാണ്. സീറ്റ് വാങ്ങി പഠനം മുന്നോട്ട് പോയപ്പോൾ ഈ കുട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ച് പൂർത്തിയാക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു നല്ല സംഖ്യ ക്യാപിറ്റേഷനായി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ആ കോഴ്സിൽ നിന്ന് ഇയാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി സംഖ്യ കൂടി അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് ഒരു കോഴ്സിന് വേണ്ടി ഒരു കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അന്വേഷണം നടത്തി വിവരമുള്ള ആളുകളുമായിട്ട് സംവദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ഒരിക്കലും രക്ഷിതാക്കൾ എത്തിപ്പെടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് നമ്മൾ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞയക്കുന്ന എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥിക്ക് ആ കലാലയത്തിൽ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വമുണ്ടോ, അതായത് മറ്റ് വ്യക്തികളുമായി കോണ്ടാക്ട് ചെയ്ത് മറ്റ് രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആരാണ്? രക്ഷിതാവാണ്, ഒരിക്കലും കുട്ടിയല്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15-18 പ്രായമാകുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി, അതല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ള മാറ്ററാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റാറുള്ള ഈ ഒരു മേഖലയിലാണെന്നുള്ളതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് സുരക്ഷിതമായി പഠനം പൂർത്തീകരിക്കാനും അവർക്കൊരു നിർഭയത്വം ഫീൽ ചെയ്യുന്ന സ്ഥാപനങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നാണ്. എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി ചേർത്ത് ആ ചേർക്കുന്ന സമയത്ത് മാത്രം ആ സ്ഥാപനത്തിലേക്ക് എത്തി അന്ന് മാത്രം അവിടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ചേർത്ത് തിരിച്ചു പോരുകയും പിന്നീട് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സങ്കടപ്പെട്ട് വലിയ സംഖ്യകൾ ഒരുപക്ഷെ ഫീസായി കൊടുത്ത് സങ്കടപ്പെടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അഥവാ നമ്മൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് വ്യക്തമായ പരിശോധനകൾ നടത്തി, അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾ, എല്ലാവരെയും പരിശോധിച്ചിട്ടില്ലെങ്കിലും മിനിമം അവിടെ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എന്താണ്, അവരെത്തിപ്പെട്ട മേഖല ഏതൊക്കെയാണെങ്കിലും പരിശോധിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടി സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നല്ല അന്തരീക്ഷമുള്ള, നമ്മുടെ മക്കൾക്ക് ദീനീപരമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമുള്ള എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം പറയുമ്പോൾ എന്താണ് സാർ നമുക്ക് പറയാനുള്ളത്? അതിൽ പറയാനുള്ള മൂന്നാമത്തെ കാര്യം അക്കോമഡേഷൻ തന്നെയാണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൽ ആയിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ സ്ഥാപനം തിരഞ്ഞെടുക്കുക. പലപ്പോഴും കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം റൂമിലാണ്. റൂമിൽ അവർക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു ആംബിയൻസ്, ഒരു ചുറ്റുപാട് വേണം. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ദീർഘസമയം വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് മക്കളുള്ള ഒരു ഹോസ്റ്റലിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ഇല്ല എങ്കിൽ ആ കുട്ടി അസ്വസ്ഥമാവും. അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ റൂമിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണോ? കാരണം ഈ കുട്ടിയുടെ അക്കാഡമിക് ഇയറിൻ്റെ 2, 3, 4 വർഷം അവർ ചെലവഴിക്കേണ്ടത് ആ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ഹൈജീനിക്കായിട്ട് ഏറ്റവും പോഷകാഹാരം ലഭിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ ഡിസോർഡർലി ആയിക്കഴിഞ്ഞാൽ, അതിലൊക്കെ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുട്ടിയുടെ മനസ്സമാധാനത്തെയും പഠനത്തെയൊക്കെ ബാധിക്കും. പഠനം എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ നിർബന്ധിച്ചുകൊണ്ട് ചില സ്ഥാപനത്തിൽ കൊണ്ടുപോയി അങ്ങ് ചേർക്കും. എന്നാൽ ഈ കുട്ടി മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ സ്ഥാപനവുമായിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും അവിടെ പഠനം പൂർത്തീകരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന വലിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അപകടം, അവർ കോഴ്സിന് ചേർന്നിട്ടുണ്ടാവും, ചേർന്നിട്ട് 1-2 വർഷം പഠിക്കുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് അവർക്ക് ബാക്ക് പേപ്പേഴ്സായിട്ട് മാറുകയാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കളെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്.
അപ്പോൾ ഹൈജീനിക് ആവുക, വൃത്തി, വെടിപ്പ്, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല സൗകര്യങ്ങൾ, പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, ഇതൊക്കെ ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് കൂടി രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ പുറത്തേക്ക് അഥവാ വീട്ടിൽ നിന്നും ദിവസം പോയി വരുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ മക്കൾക്കുള്ളത്. എന്നാൽ പഠനത്തിന് വേണ്ടി മറ്റു ദൂരസ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ടി വരുന്ന മക്കളാണെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും നമ്മളൊക്കെ ആ ഒരു രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. നമ്മുടെ മക്കൾക്ക് എവിടെയാണോ നല്ല പഠന സൗകര്യമുള്ളത് അവിടേക്ക് കൊണ്ടുപോയി ചേർത്ത്, അത് നമ്മുടെ അടുത്ത് വേണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർത്തുമ്പോൾ അവർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരു പക്ഷേ ഒരു ഹോസ്റ്റലിന് സാധിക്കണമെന്നില്ല. എന്നാലും അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം നമ്മുടെ മക്കൾക്ക് നല്ല പഠനത്തിന് വേണ്ടി പഠിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു മനസ്സുണ്ടാവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നല്ല ശരീരം ഉണ്ടാവുക എന്നുള്ളത്, ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം പഠിക്കാൻ വേണമെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ പഠിക്കാൻ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലഭിക്കുന്ന സാഹചര്യമുള്ള ഹോസ്റ്റലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കളെ അതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക്, അതുപോലെ തന്നെ പഠിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിടാവൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില അറ്റാച്ച്ഡ് ഹോസ്റ്റലുകളൊക്കെ ഉണ്ടാവും, അഥവാ സെയിം ക്യാമ്പസിനകത്ത് തന്നെ. അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ പലപ്പോഴും കുട്ടികൾ ഏറെ മാനസിക പ്രയാസം അനുഭവിക്കാറുണ്ട് എന്നുള്ളത്. അഥവാ ഒന്ന് ചെറിയ ഒരു പുറത്തേക്ക് നടക്കാൻ പോലും അവസരം ലഭിക്കാതെ നേരെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ശരീരത്തിനൊരു എനർജി കിട്ടുന്ന ചെറിയ എന്തെങ്കിലും കളികളോ അതല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, അത് പലപ്പോഴും മാനസികമായി ഏറെ സംഘർഷങ്ങൾ ഉണ്ടാക്കി അവസാനം കുട്ടികൾ കോഴ്സുകൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി, ഇതാ ഇങ്ങനെയൊക്കെയാണ് അവിടെയുള്ള സൗകര്യങ്ങൾ, പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ ലഭിക്കുന്ന ഇന്നതൊക്കെയാണ് എന്നുള്ള രൂപത്തിലുള്ള ധാരണ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ അഥവാ രക്ഷിതാക്കളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രം നമ്മുടെ കുട്ടികളെ പഠിക്കാൻ അയക്കരുത് എന്നതൊരു റിക്വസ്റ്റ് കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പലപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ +1 വേണ്ടി ഇൻ്റഗ്രേറ്റ് +1 വിടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. 90 അതുപോലെ 1 ലക്ഷം രൂപ, 90,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ആദ്യമേ ഫീസ് വാങ്ങി അവസാനം അവിടെ ഒരു ആഴ്ച മാത്രം നിന്ന് അത് ആ പൈസയും അതുപോലെ തന്നെ ഹോസ്റ്റലും അവിടെയുള്ള പഠനമൊക്കെ ഒഴിവാക്കി വരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെയുള്ള 2-3 കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അഥവാ അത്രയും ഭീമമായ സംഖ്യ കൊടുത്തതിൽ സങ്കടം, പിന്നെ അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഹോസ്റ്റൽ അതുപോലെ തന്നെ പഠന അന്തരീക്ഷം, ഹോസ്റ്റല് ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അവിടെ ഇവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന വാർഡൻ അല്ലെങ്കിൽ മാട്രൺ. ഈ മാട്രൺ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത, റഫായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരാളെയാണ് വാർഡനായിട്ട് നിയമിക്കുക. ഈ വാർഡന്റെ സാന്നിധ്യം മാത്രം മതി ആ കുട്ടി കേടുവരാൻ. അപ്പോൾ ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ്. ഒരു ഹോസ്റ്റലിൽ ഇപ്പോൾ 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ് അല്ലെങ്കിൽ ക്യാരക്ടർ ഓർ ഡിസിപ്ലിൻ ഇതൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ വളരെ ഡിസിസീവായിട്ടുള്ള നിർണായകമായ പങ്കാളിത്തം അവിടെ വഹിക്കുന്നത് ഒരു വാർഡനാണ്. ഈ വാർഡന്റെ മാനസികാരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 100 കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് അവർക്ക് നല്ല സാലറി കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഇവർക്കൊക്കെ സാലറി വളരെ കുറച്ച് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനസിക സംഘർഷം കൂടി കുട്ടികളുമായിട്ട് അവർ കാണിക്കും. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം വാർഡന്മാരെ നിയമിക്കുമ്പോൾ അവർ ക്വാളിഫൈഡ് ആണോ, അവർക്ക് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ധാരണയുണ്ടോ, അവർക്ക് ഓറിയന്റേഷനും ട്രെയിനിങ്ങും അതുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അതിലൊന്നും കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷനാണ്, ഒരു തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. അതായത് ഈ വാർഡന്മാരുടെ മാട്രൻസിന്റെ കൃത്യവിലോപം കൊണ്ട്, തകരാറ് കൊണ്ട് ജീവിതം തുലച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർ വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറാണ്. ഇപ്പം ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മദ്യപാനം തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ
സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അവർ ഒരു ഹോസ്റ്റലിൽ പിന്നെ പഠിക്കുകയാണ്, താമസിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയെ മുതിർന്ന ആളാണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ആ കളവ് ചെയ്തിട്ടില്ല, പക്ഷേ വാർഡൻ വളരെ ക്രൂരമായി മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ അടിച്ചു. ആ അടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാനസികമായ ഷോക്ക് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത്. അതായത് ഒരു സംശയം തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നീതിപൂർവമല്ലാത്ത പെരുമാറ്റങ്ങൾ ഒരു വാർഡന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്ത്. ഇങ്ങനെ സമാനമായ കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തിൽ വാർഡൻ സംവിധാനം ഉണ്ടോ, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അവർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആളാണോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പല കുട്ടികളെയും ഹോസ്റ്റലിൽ നിന്ന് വെട്ടി അല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചങ്ങലക്ക് ഭ്രാന്തളകുകയാണ്. ഇതൊരു വലിയ വിഷയമാണ്. അതായത് നമ്മൾ ഒരു നല്ല സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാലയത്തിൽ ചേർക്കുമ്പോൾ, ആ കലാലയത്തോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകളിൽ ചേർക്കുമ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടേണ്ട സാംസ്കാരികമായ ആ ഔന്നിത്യം നഷ്ടപ്പെടുകയും അവിടെ ഇവരെ സംസ്കരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾ വളരെ ക്രൂരമായോ വളരെ പരുഷമായോ പെരുമാറുക, അതുപോലെ സെക്സ് അബ്യൂസിന് വേണ്ടി, ലൈംഗികമായ പീഡനത്തിന് വേണ്ടി ഇത്തരം വാർഡന്മാരും ടീച്ചേഴ്സും ഒക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? അത് സ്ഥാപനത്തെ വിചാരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പല സോഷ്യൽ ക്രിമിനൽസും രൂപം കൊള്ളുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്, ഒരു റിയാലിറ്റിയാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സാറ് പറഞ്ഞത്. അഥവാ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്തിച്ചേർന്ന പല ആളുകളും പല കുറ്റകൃത്യങ്ങളിലേക്കും എത്തിച്ചേരാൻ അവർക്ക് പ്രേരണയായത് ജീവിതത്തിൻ്റെ ഏതോ ഒരു സമയത്ത് ഹോസ്റ്റലിലായി അവിടെ നിന്ന് പലപ്പോഴും വാർഡന്മാരിൽ നിന്നും ലഭിച്ച ക്രൂരമായ അടികളും ശകാരങ്ങളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളുമാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യവും, പലപ്പോഴും ചില ആളുകളൊക്കെ പറയും മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് പോലും അയാളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനോ സാധിക്കാറില്ല എന്നുള്ളതാണ്. അത്രമാത്രം പ്രയാസങ്ങൾ പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മുടെ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എങ്കിൽ അവിടെ നമ്മുടെ സ്ഥാനം ആ രൂപത്തിൽ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും അതിന് അടുത്തു നിൽക്കുന്ന ആളുകളാണോ ഈ മക്കളെ കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാൻ, അതുപോലെ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്മകളും തെറ്റുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു മാർഗദർശിയായി കൂടെ നിന്ന് തിരുത്താൻ സാധിക്കുന്ന ഒരാളാണോ? എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇയാളിൽ നിന്നും ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് എൻ്റെ കുട്ടിക്ക് ലഭിക്കുമല്ലോ എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോയി ചേർക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാവണം, ഹോസ്റ്റലുകളാവണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണെന്ന്. അല്ല എങ്കിൽ പലപ്പോഴും ദുസ്വഭാവങ്ങളുടെ, അതുപോലെ ദുശ്ചെയ്തികളുടെ, അതുപോലെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ മക്കളും പെട്ടുപോകുമെന്നുള്ളതാണ്. അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് അക്കാഡമിക്കായ നിലവാരം അത് വളരെ പ്രധാനമാണ്. കാരണം സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ അക്കാദമിക് എക്സലൻസ് അളവുകോൽ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകൾ ലഭ്യമാണ്. സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ അവർ പ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ, നല്ല ജോലി അവർക്കുണ്ടോ, അവർ A+ ആണോ കിട്ടിയത്, A ഗ്രേഡ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അക്കാഡമിക് എക്സലൻസ് എന്നുള്ളത് പഠന നിലവാരം, അവിടെയുള്ള അധ്യാപകർ അവർ ക്വാളിഫൈഡ് ആണോ, അവർ മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ടോ, അവർ ധാർമ്മിക മൂല്യം ഉള്ളവരാണോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള വഴികൾ ഇന്ന് ലഭ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് റെക്കഗ്നിഷൻ ഉണ്ടോ, അഫിലിയേഷൻ ഉണ്ടോ, അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണോ.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ വലിയ അഡ്വർടൈസ്മെൻ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൽ അഡ്വർടൈസ്മെൻറ്റിന് പിന്നാലെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട്. പൊടിപ്പും തങ്ങലുമൊക്കെ വെച്ച് വലിയ പരസ്യം നടത്തിക്കൊണ്ട് ചില സ്ഥാപനങ്ങൾ കോഴ്സുകൾ നടത്തുന്നു. എന്നാൽ ആ കോഴ്സിന് റെക്കഗ്നിഷനില്ല, അംഗീകാരമില്ല. ഇത് കുട്ടി വലിയ ക്യാപിറ്റേഷൻ നൽകി കോഴ്സ് ഏകദേശം പകുതിയാവുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് അംഗീകാരമില്ല, ഒരു വാല്യൂ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി പിന്നെ നഷ്ടക്കച്ചവടമാണ് ചെയ്യുന്നത്. ഇതൊക്കെ മുൻകൂട്ടി ദീർഘദൃഷ്ടിയോടുകൂടി കാണാൻ രക്ഷിതാവിന് സാധിക്കണം. രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് കുട്ടി പറയുന്നത് അപ്പടി വിശ്വസിക്കുക എന്നുള്ളതല്ല. പല പെൺകുട്ടികളും ഇന്ന് പിന്നെ കൗൺസിലിംഗ് രംഗത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത്. ഒരിക്കൽ ഒരു പെൺകുട്ടിയും ഉമ്മയും കൂടി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ഈ ഉമ്മ പറയാണ്, എൻ്റെ മോള് മൈസൂര് ഒരു പിന്നെ നഴ്സിംഗ് പോലെയുള്ള ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ സാമ്പത്തികമായ ഭദ്രത അല്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി ഒരു ലോൺ എടുത്തുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാൻ ആ മോളോട് ചോദിച്ചു, നിന്റെ ലോണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നീ കോഴ്സ് പാസ്സായി നിനക്കൊരു ജോലി കിട്ടണം. നിന്റെ ഉപ്പക്കോ ഉമ്മക്കോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല, എക്കണോമിക്കലി സൗണ്ടല്ല. അതുകൊണ്ട് നിനക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നിട്ട് പാസ്സായതിന് ശേഷം ഒരു ജോലി കിട്ടും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, ഏതെങ്കിലും പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ആവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ ഒരു സംഖ്യ നമ്മൾ പലിശക്ക് എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് ദേഷ്യപ്പെടുകയാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഒരു കോഴ്സിന് പോകുമ്പോൾ പാസ്സാവാനും തോൽക്കാനും രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഗൈഡൻസ് നൽകുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു കേസ് വന്നത്, ഒരു വിദേശ സർവകലാശാലയിലേക്ക് ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് കുട്ടി വരികയാണ്. അപ്പോൾ അത് സംബന്ധമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഈ കുട്ടി ചെയ്തിട്ടുണ്ട്. ബാപ്പ ജസ്റ്റ് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകാം എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഈ കരിയർ മേഖലയിൽ ഗൈഡൻസ് നൽകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ അദ്ദേഹം ഈ പാരൻറ്റിനോടും കുട്ടിയോടും ലൈവായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏതൊരു ഡിഗ്രി കോഴ്സിനാണ് വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നത്, അതേ കോഴ്സ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡുള്ള കോഴ്സ് ലഭ്യമാണ്. ഒരിക്കലും ആ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ അവിടെ പോകണ്ട. അപ്പോൾ ഇവൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇവര് പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവർക്കുള്ളത്. എന്നാൽ പോലും ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലോൺ എങ്ങനെയാണ് ഇവർ തിരിച്ചടക്കുക? ഇതിനെക്കുറിച്ചൊന്നും ഒരു ഫോർകാസ്റ്റ് തിങ്കിങ് ആർക്കില്ല, നമ്മുടെ മക്കൾക്കില്ല. അതുകൊണ്ട് ഇവിടെ രക്ഷിതാക്കളെ ഇവർ നിർബന്ധിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യാണ്. പല രക്ഷിതാക്കളും പൈസ ഇല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തുകൊണ്ട് അവരെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ രക്ഷിതാവും, ഈ സ്നേഹക്കൂട് കേൾക്കുന്ന ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് ആ പ്രായത്തിൽ അത്ര പക്വത ഉണ്ടാവുള്ളൂ. രക്ഷിതാക്കളായ നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ട് വിവരമുള്ള ആളുകളുമായിട്ട് ഇത്തരം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരവസ്ഥ അവർക്കുണ്ടാക്കിയതിന് ശേഷം ആ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ചേരുന്ന കോഴ്സിന്റെ ജെന്യൂനിറ്റി, അത് ഒറിജിനൽ കോഴ്സാണോ, അംഗീകാരമുണ്ടോ, അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞേക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ചില സ്ഥാപനങ്ങൾ അവിടെ ഒന്നുകിൽ 1, 2, 3 കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാവും. പക്ഷെ ആ അംഗീകാരത്തിൻ്റെ പേരിൽ വേറെയും ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ടാവാം. നമ്മുടെ മക്കൾ ചേരുന്നത് സ്ഥാപനം നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർ ചേരുന്ന കോഴ്സുകൾ. പലപ്പോഴും ഇന്നത്തെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരൊക്കെ താല്പര്യപ്പെടുന്നത് 10ാം ക്ലാസ്സിൻ്റെ പഠനം കഴിഞ്ഞാൽ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാനും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാനും ഒക്കെയാണ്. അപ്പോൾ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും അതേ കോഴ്സുകൾ വളരെ അംഗീകാരത്തോടുകൂടിയുള്ള കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇത് പഠിക്കാനോ അതല്ലെങ്കിൽ ആ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കാനോ പലപ്പോഴും നമ്മൾ കുട്ടികൾ തയ്യാറാവുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തേത്, പലപ്പോഴും
വലിയ സംഖ്യ, ഭീമമായ സംഖ്യകൾ ലോൺ എടുത്തുകൊണ്ടാണ് പ്രിയ രക്ഷിതാക്കൾ മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരിശോധന നിർബന്ധമായി നമ്മൾ നടത്തേണ്ടത് അതൊരു വലിയ കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചിത അവധി കഴിഞ്ഞാൽ അടച്ചിട്ടില്ല എങ്കിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണെന്നുള്ളതാണ്. അങ്ങനെ കുടുങ്ങിയ എത്രയോ ആളുകളെ ചരിത്രവും അതുപോലെ തന്നെ അവർ പങ്കുവെച്ച അറിവുകളും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ദിനേനയെന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെയുള്ള കോഴ്സുകൾ അത് അംഗീകാരമുള്ളതാണോ? ഭാവിയിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളത്തോടു കൂടി, നല്ലൊരു സാലറിയോട് കൂടി ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ കുട്ടി എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചത്. ആ കോഴ്സിനെ കുറിച്ചൊരു ജെന്യൂനിറ്റി. ഇതുപോലെയുള്ള അടുത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതുപോലെ സ്ഥാപനത്തിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ, ട്യൂട്ടർ സംവിധാനം, മെന്റർ സംവിധാനം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മെന്റർ സംവിധാനം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനിലും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയ ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ്, അപ്പോൾ അവരുടെ ഒരു സാമീപ്യവും സാന്നിധ്യവും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപനത്തിൽ അധ്യാപകർ വന്നു പോകുന്നു, അവരെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, സംശയ നിവാരണം നടത്താൻ പറ്റുന്നില്ല. അതുപോലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആണോ, പെർമനന്റ് സ്റ്റാഫ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇന്ന് വെബ്സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ പെർമനന്റ് ആയ എത്ര ഫാക്കൽറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർ പഠിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള സ്ഥാപനത്തിലാണോ അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണോ JNUവിലാണോ, ഇതൊക്കെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പഠിക്കുന്ന സ്ഥാപനത്തിൽ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ അല്ലെ, ഇത്ര കുട്ടികൾക്ക് ഇത്ര അധ്യാപകൻ, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള ഒരു സംവിധാനം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതുപോലെ അവിടെ കൃത്യമായിട്ട് PTA മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഈ PTA മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗ്രീവൻസസ്, അതായത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണർത്താനും അത് പരിഹരിക്കപ്പെടാനുള്ള സംവിധാനം ഉണ്ടോ? ചിലവരും PTA മീറ്റിംഗ് ഒക്കെ വിളിക്കാറുണ്ട്, പക്ഷേ ഈ പാരൻസിന്റെ ഗ്രീവൻസസ്, ആവലാതികൾ ഒരിക്കലും അവർ കേൾക്കില്ല. അവർ കണ്ട പോലെ ആയിരിക്കും അവർ സ്ഥാപനം കൊണ്ടു നടക്കുക. അതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന അധ്യാപകരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അതോടുകൂടി സൈഡ് ലൈൻ ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കുന്ന അധ്യാപകരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രക്ഷിതാക്കൾ അന്വേഷണം നടത്തിയിട്ടാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കേണ്ടത്. ഇതൊന്നും അന്വേഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വീർപ്പിന് അങ്ങ് കൊണ്ടുപോയി ചേർക്കും. പിന്നെ നമ്മൾ ദുഃഖിക്കുകയാണ്, എന്നിട്ട് ആ കുട്ടിയുടെ വർഷം നഷ്ടപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ന് ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ആ കോഴ്സിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഇത് തുടങ്ങിയ ആളുകൾക്ക് തന്നെ അറിയില്ല. പിന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 4, 5, 6 വർഷം എടുക്കും. ഇപ്പോ സാധ്യതയുള്ള ഒരു കോഴ്സ് ആണെങ്കിലും ഈ കുട്ടി ഈ കോഴ്സ് പൂർത്തീകരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ കോഴ്സിന് സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റിംഗ് ഏരിയ, അവരുടെ അഭിരുചി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ടീച്ചർ പാഷനുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് മേഖല തന്നെയാണ് അഭികാമ്യം. എന്നാൽ ഈ കുട്ടിയുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റോ ഒന്നും നടത്തൂല. എന്നിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കും. എന്നിട്ട് അതുകൊണ്ട് തന്നെ കുട്ടി മാനസികമായിട്ട് അങ്ങ് തകർന്നു പോവാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ എക്സൽ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ ഒരു കലാലയം തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തണം. അതുപോലെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണം. ഇതൊക്കെ നടത്താൻ ചിലപ്പോൾ 1500, 2000, 3000 രൂപ ചെലവ് വരും. പക്ഷെ ആ ഒരു 3000 രൂപ ഒരിക്കലും ചെലവല്ല. കാരണം പിന്നീട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതിനേക്കാളും നല്ലതാണ് പ്രാഥമിക ഘട്ടത്തിൽ ഒരു 3000, 4000 രൂപ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുക എന്നുള്ളത്.
അല്ലെ? കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കൗൺസിലിംഗ് ഫീ കൊടുക്കേണ്ടതുണ്ട്, മണിക്കൂറുകൾ ഒരു കൗൺസിലറുടെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒരുപാട് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. സ്ഥാപനത്തിലെ ഫാക്കൽറ്റികളെ കുറിച്ച്, അധ്യാപകരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിലും അവിടെയുള്ള ഫാക്കൽറ്റികളെ കുറിച്ച് നമ്മൾ അറിയാം. ആരൊക്കെയാണ് അവിടെ അധ്യാപകരുള്ളത്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണോ, ഇനി അവരുടെ ആറ്റിറ്റ്യൂഡ്, അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അവിടെയുള്ള പഠിച്ചിറങ്ങിയ മുൻകുട്ടികളുമായി ഏതൊക്കെ രൂപത്തിലാണ് ഇവർ അധ്യാപകർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അതുപോലെ പാരൻസുമായിട്ടുള്ള രക്ഷിതാക്കളുമായിട്ടുള്ള ആ സ്ഥാപനത്തിൻ്റെ നിലപാടുകൾ എന്ത്, അധ്യാപകരുടെ നിലപാടെന്ത്, നമ്മളെന്തെങ്കിലും ഒരു ഇഷ്യൂമായി നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളുമായി പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനവും അധ്യാപകരുമാണോ ആ സ്ഥാപനത്തിലുള്ളത് എന്ന് നമ്മുടെ മക്കളെ ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല രക്ഷിതാക്കൾ നേടാത്ത ലക്ഷ്യങ്ങൾ അത് നേടാനുള്ള ഉപാധികളായിട്ടാണ് തങ്ങളുടെ മക്കളെ കാണാറുള്ളത് എന്നാണ്. ഒരു ഡോക്ടർ തൻ്റെ മക്കൾ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിക്കുക. മക്കൾ ഒരുപക്ഷെ അതിന് അവർക്ക് മാനസികമായും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടർ ആവുക എന്നതുണ്ടോ എന്നതൊരു മാനദണ്ഡമാവാറില്ല. ഒരു എഞ്ചിനീയർ തൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണമെന്നാണ് ആഗ്രഹിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും രക്ഷിതാക്കൾ തങ്ങൾ നേടാത്ത അല്ലെങ്കിൽ തങ്ങൾ നേടിയ ഒരു കാര്യം അത് തന്നെ തൻ്റെ മക്കളും നേടാവൂ, തൻ്റെ മകനും മകളും നേടാവൂ എന്നൊരു തീരുമാനത്തിൽ ഒരിക്കലും എത്തരുത് എന്നുള്ളതാണ്. അവിടെ കുട്ടികളുടെ പാഷൻ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിലുപരി അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലേക്ക് എത്തിയാലാണ് എൻ്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതില്ല എങ്കിൽ അതാണ് സാറ് പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതാനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ നൂതനമായ സംവിധാനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഭീമമായ സംഖ്യ അതിന് ആവശ്യമില്ല, വളരെ ചെറിയ സംഖ്യ. അതുപോലെ തന്നെ ഒരു 2-3 മണിക്കൂർ ഇരുന്നാൽ നമ്മുടെ കുട്ടികൾ ഏത് മേഖലയിലാണ് അവർക്ക് തിളങ്ങാൻ സാധിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഏതൊക്കെ സ്കില്ലുകളാണ്, ശേഷികളാണ് അവർക്കുള്ളത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ പേഴ്സണാലിറ്റി അളക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ മക്കളെ ഉന്നത കലാലയങ്ങളിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനത്തോടു കൂടി നമ്മൾ പറഞ്ഞതെല്ലാം നമ്മളെല്ലാവരും രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് വെക്കുന്നു എന്ന് മാത്രം. മറ്റൊന്ന് ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലേ, സാമ്പത്തികമായ ഭദ്രത. ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ഫീ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ 5 ലക്ഷമാണ് ആ കോഴ്സിന് ഫീ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആകെ 5 ലക്ഷം മതി, എന്നിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. എന്നാൽ 5 ലക്ഷം എന്നുള്ളത് ചേരാനുള്ള ഇനീഷ്യൽ എമൗണ്ട് ആണ്. ഇതുപോലെ നമ്മളെ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട് ഇതിന് 25 ലക്ഷം മതി. അത് ഈ പണി തുടങ്ങാനുള്ള എമൗണ്ട് ആണ് അവർ പറയുന്നത്. എന്നാൽ ഈ കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ മാസവും ട്യൂഷൻ ഫീ ഉണ്ടാവും, ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, മറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ എത്രയെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കണം. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാവില്ല. അപ്പൊ അത് ചേർക്കാൻ പോകുന്ന രക്ഷിതാവാണ് ആ സ്ഥാപനത്തിൽ ഒരു കുട്ടി 3 വർഷം അല്ലെങ്കിൽ 5 വർഷം പഠിച്ച് ഇറങ്ങണമെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് മുഴുവൻ ചെലവ് എത്ര വരും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി കണ്ടെത്താൻ പറ്റും. ഇതുകൂടി ഒരു രക്ഷിതാവ് നടത്തുക എന്നുള്ളത് അതീവ പ്രധാനമായ കാര്യമാണ്. അത് പലപ്പോഴും നടക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധം. നമ്മുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭദ്രത പലപ്പോഴും കുട്ടികൾ അറിയാറില്ല എന്നൊരു സത്യമല്ലേ അല്ലേ? നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനം എന്ത്, നമ്മുടെ കുടുംബത്തിലെ ചിലവുകളൊക്കെ ഓരോ മാസവും നടത്തി ബാക്കി എന്താണ് നമ്മുടെ കയ്യിൽ വരുന്നത്, നമ്മുടെ വരുമാനം അതുപോലെ ചിലവ്, നമ്മുടെ മക്കളെ ഒന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തിയാലാണ് അവരുടെ വലിയ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത കാഴ്ചപ്പാടിലേക്ക് അവർ പോകാതിരിക്കുമെന്ന്. മറ്റൊന്ന്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഉപ്പയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനം ഇതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പല അത്യാവശ്യങ്ങൾ മാത്രമേ പിന്നീട് നമ്മൾ അവരോട് പറയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. വിദ്യാഭ്യാസപരമായി നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അവിടെ നമ്മൾ അടയ്ക്കേണ്ട അല്ലെങ്കിൽ ചിലവഴിക്കേണ്ട ഫീസുകൾ പലപ്പോഴും ആദ്യം അടയ്ക്കേണ്ട ഫീസുകളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുള്ളൂ. പിന്നീട് വരുമ്പോൾ അതൊരു അധികപ്പറ്റായും പ്രയാസമായും നമുക്ക് താങ്ങാൻ പറ്റാതായി അവസാനം നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട്
പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം രൂപ ടോട്ടലി പഠിച്ചിറങ്ങാൻ ആവശ്യമായി വരും, അത്രയും സംഖ്യ എൻ്റെ അടുക്കലുണ്ടോ, എങ്കിൽ മാത്രമേ അതിന് നിനക്ക് പോകാൻ സാധിക്കൂ എന്ന് മക്കളെയെങ്കിലും ബോധ്യപ്പെടുത്തി, അതല്ല എങ്കിൽ അവർക്ക് അനുയോജ്യമായ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ പഠനത്തിന് വേണ്ടി മക്കളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവച്ചത്. തീർച്ചയായും നമുക്കൊക്കെ അറിയുന്ന ചില കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി, എന്നാൽ ഗൗരവപൂർവം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. പൂർണ്ണമായിട്ടില്ല എന്നറിയാം, എന്നാലും ഇത്രയെങ്കിലും ആയല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പല മേഖലയിലേക്ക് നമ്മളെ പറഞ്ഞയക്കാൻ വേണ്ടി, പഠിക്കാൻ വിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. എന്താണോ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മക്കളെ കൂടി ബോധ്യപ്പെടുത്തുക. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്ന, ദീനീ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തട്ടെ, നമ്മളെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഒരു സമൂഹമായി മാറാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അള്ളാഹു നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത ബഹുമാനനായ സയ്യിദ് സർ ഒരുപാട് മാർഗനിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്. ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ സമൂഹത്തിനും ജനങ്ങളിലേക്കും അറിവുകൾ പകരാൻ അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ മറ്റു പണ്ഡിതന്മാർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും സ്നേഹക്കൂട്ടിൽ കണ്ടുമുട്ടാം. അള്ളാഹു അതുവരെ നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും എന്ന് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.